ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇനി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പൂ ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇത് ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ഇപ്പോൾ 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസാണിത്. ഇത് ഞാനിവിടെ കഴുകിയിട്ട് 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഞാൻ വെള്ളം ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ഗീ റൈസ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വെള്ളത്തിൻ്റെ ഒന്നും ഒരു കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്കുള്ള ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബേ ലീഫും സാജീരകമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ റൈസിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരം ഗീ ചേർത്ത് കൊടുക്കാം. റൈസ് ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 90% വെന്ത് കഴിഞ്ഞാൽ അതിന് ഊറ്റിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 2.5 ടേബിൾ സ്പൂണോളം ഗീയും ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ ചൂടായപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 5 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇത് മസാലയിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. സവാള ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും വഴറ്റേണ്ടി വരും. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെയെങ്കിലും നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ സവാള ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 10 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 1 കൂട് വെളുത്തുള്ളി, ഒരു ഫുള്ള് വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്.
പച്ചമുളകെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. സവാള ഇപ്പോൾ ഏകദേശം നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 1 കിലോ ചിക്കനും 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറൊക്കെ ആയി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലപ്പൊടിയാണ്. ഇത് പാക്കറ്റിൽ കിട്ടുന്ന ബിരിയാണി മസാലപ്പൊടിയാണ്. ഈസ്റ്റേണിൻ്റെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ബിരിയാണി മസാലപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈസ്റ്റേണിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, കിച്ചൺ ട്രഷറിൻ്റെതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തൈരും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 1/2 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണ് തൈരുമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ഇതിൽ കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് രണ്ടാമതും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഇപ്പം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ചൊന്ന് ഇളക്കിയിട്ട് വെച്ച് കൊടുക്കാം. റൈസ് ഇടുമ്പോൾ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് കൊടുക്കരുത്, കുറച്ചൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. കാരണം പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റൈസ് എല്ലാം പൊടിഞ്ഞു പോകും. ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ പാലിൽ കുറച്ച് യെല്ലോ കളർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പൊരിച്ചെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ റൈസിൻ്റെ മേലയിൽ മല്ലിച്ചപ്പല്ല പുതിന മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിനയുടെ ടേസ്റ്റ് റൈസിലുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ഇതിൻ്റെ മേലയിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും വെക്കുന്നുണ്ട്. ഞാൻ അത്രയും ദം ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചു അധികം സമയം ദം ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ പഴയ ദോശക്കല്ലോ മറ്റോ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 15 മിനിറ്റ് മാത്രമേ ദം ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.